الحمد لله واحد الديان خلق الإنسان علمه البيان والصلاة والسلام على خير الإنسان سيدنا محمد بن عبد الله عليه وعلى آله أفضل صلاة وأتم السلام. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين. صدق الله مولانا العظيم. ഏറ്റവും ആദരണീയരായ സുഹൃത്തുക്കൾ, കുഞ്ഞു മുഹമ്മദ് സഖാഫി, മറ്റു പണ്ഡിത വരേണ്യന്മാരെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, നല്ലവരായി ജീവിച്ച് നല്ലതു മാത്രം പ്രവർത്തിച്ച് നല്ലവരായി മരിച്ച് നല്ലവരോടൊപ്പം അള്ളാഹു നമ്മെയും നാം സ്നേഹിക്കുന്നവരെയും അവന്റെ സ്വർഗീയ സുഹൃത ജീവിതത്തിന്റെ അനുഭവങ്ങൾ അനുഭവിക്കാനുള്ള മേഖലകളിലേക്ക് എത്തിച്ചു തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകുമാറാവട്ടെ. വളരെ ഭയപ്പെടുന്ന, പ്രയാസമേറുന്ന ക്യാൻസർ പോലത്തെ രോഗങ്ങൾ നമുക്കോ നമ്മോട് ബന്ധപ്പെട്ടവരുടെ ശരീരങ്ങളിലോ അതിൻ്റെ ഒരു ബാക്ടീരിയയെങ്കിലും ഉണ്ടെങ്കിൽ അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഈ സമയം അവകളെയെല്ലാം നശിപ്പിച്ചു കളയട്ടെ. പ്രിയമുള്ളവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പും മഹാനായ കാന്തപുരം ഉസ്താദും ഇന്ന് വളരെയേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരിൽ, ഈ സദസ്സിലുള്ള പണ്ഡിതന്മാരിൽ 90% ശിഷ്യത്വം സ്വീകരിച്ചിട്ടുള്ള ബഹുമാന്യരായ നെല്ലിക്കുത്ത് ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ബർസഖിയായ ജീവിതത്തിൽ പൂർണ്ണമായ സന്തോഷം കൊടുക്കുമാറാവട്ടെ. ഒരു പുരുഷായുസ് മുഴുവൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തന മേഖലയ്ക്ക് സമർപ്പിച്ച ആ വലിയ മനുഷ്യനെ, ആ പണ്ഡിത വരേണ്യനെ സ്മരിക്കാതെ മുഅ്മിനീങ്ങൾ ഒരുമിച്ചുകൂടുക, അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥന നടത്താതെ ഒരുമിച്ചുകൂടുക എന്നത് അദബ് കേടാകും. അല്ലാഹു അവിടുത്തെ ആഖിറത്തിലേക്കുള്ള എല്ലാ വിഷയങ്ങളിലും എല്ലാവിധ സന്തോഷങ്ങളും പ്രദാനം ചെയ്യുമാറാവട്ടെ. മുസ്ലിയാരകത്ത് കുടുംബം കേരളത്തിൽ അറിയപ്പെട്ട ഒരു കുടുംബമാണ് മുസ്ലിയാരകത്ത് കുടുംബം. മലബാറിൽ അതിപ്രശസ്തമാണ്. ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ വിഷയങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ മഖ്ദൂമുമാരുണ്ടായിരുന്നു കേരളത്തിൽ. മഖ്ദൂം കുടുംബം. ആ മഖ്ദൂം കുടുംബത്തിന്റെ പ്രതിനിധികളായി
കേരളത്തിലെ ഏതെങ്കിലും ഗ്രാമങ്ങളിൽ പള്ളികളോ മദ്രസകളോ നിർമ്മിക്കുമ്പോ അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ മഖ്ദൂം കുടുംബം നിശ്ചയിക്കുന്ന പ്രതിനിധികളാണ് മുസ്ലിയാരകത്ത് കുടുംബം. ആ മുസ്ലിയാരകത്ത് കുടുംബത്തിലെ അഹമ്മദ് മുസ്ലിയാരുടെ മകനായി ബഹുമാന്യനായ നെല്ലിക്കുത്ത് ഉസ്താദ് ജനിച്ചു. ഇതൊരനുസ്മരണവും കൂടെയാണ്. 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അദ്ദേഹത്തിന്റെ സഹോദരൻ ഇസ്മായിൽ മുസ്ലിയാരാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ കരുത്തനായ സാരഥിയായിരുന്നു. ആര്? ഇസ്മായിൽ മുസ്ലിയാരുടെ വാപ്പയുടെ സഹോദരനായ ഇസ്മായിൽ മുസ്ലിയാർ. നമുക്കറിയാം, കേരളത്തിലെ ആത്മീയ മേഖലകളിൽ വിരാജിക്കുന്നതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാരന്റെ സൂര്യനസ്തമിക്കാത്ത ഒരു സാമ്രാജ്യം അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാരനെ മലബാറിന്റെ മണ്ണിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ അതിശക്തമായി രണാങ്കണത്തിലിറങ്ങിയ ബഹുമാന്യനായ ആലി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, മഹാനുഭാവന്റെ അംഗരക്ഷകനും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനുമായിരുന്ന ഇസ്മായിൽ മുസ്ലിയാർ. ചരിത്രം പഠിച്ച നമുക്കറിയാം, ബ്രിട്ടീഷുകാർ മമ്പുറം പള്ളിക്ക് വെടിവെച്ച സംഭവങ്ങൾ. അള്ളാഹുവിന്റെ മസ്ജിദിനെ സംരക്ഷിക്കുന്ന ആ പോരാട്ടത്തിൽ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഉപ്പയുടെ സഹോദരനായ ഇസ്മായിൽ മുസ്ലിയാർ ഷഹീദായി. അങ്ങനെ ഷഹീദായ ഇസ്മായിൽ മുസ്ലിയാരുടെ വിധവയായ ഭാര്യ ബഹുമാന്യനായ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ പിതാവ് അഹമ്മദ് മുസ്ലിയാരുടെ ഭാര്യ രോഗബാധിതയായി കിടക്കുന്ന സമയത്താണ് സ്വന്തം സഹോദരൻ രക്തസാക്ഷിയാവുന്നത്. സാന്ദർഭികവശാൽ ആ സമയത്ത് തന്നെ ഇസ്മായിൽ മുസ്ലിയാരുടെ പിതാവായ അഹമ്മദ് മുസ്ലിയാരുടെ ഭാര്യ മരിക്കുകയും സ്വന്തം സഹോദരനായ ബഹുമാന്യനായ ഇസ്മായിൽ മുസ്ലിയാരുടെ ഭാര്യയെ രക്ഷിക്കേണ്ട ബാധ്യത, ആ കുടുംബത്തിനെ ഏറ്റെടുക്കേണ്ട ബാധ്യത വന്നപ്പോ അഹമ്മദ് മുസ്ലിയാർ വിവാഹം കഴിച്ചു സ്വന്തം സഹോദരന്റെ ഭാര്യയെ. അതിലുണ്ടായ ബഹുമാന്യനായ ദേഹമാണ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ. ദീർഘിപ്പിക്കുന്നില്ല. ഉപരിപഠനങ്ങളും പഠന വിഷയങ്ങളിലുമൊക്കെ ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിലും അല്ലാത്ത കലാലയങ്ങളിലുമൊക്കെ കാണിച്ച നൈപുണ്യവും ബുദ്ധിശക്തിയും കൂർമ്മതയും സഹപാഠികൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് പറയാനുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. 1965 പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങി. ചുരുക്കം ചില സ്ഥലങ്ങളിൽ ദറസു നടത്തി. ബഹുമാന്യനായ ശംസുലുലമ EK അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹുവരുടെ ഖബറിനെ സന്തോഷമാക്കി കൊടുക്കട്ടെ, അദ്ദേഹം നേരിട്ട് ക്ഷണിച്ചതിന്റെ പേരില് വർഷങ്ങൾ നന്ദി ദാറുസലാം അറബി കോളേജിൽ ജോലി നോക്കി. അവിടെ നിന്ന് 1987 കാരന്തൂർ മർക്കസു സഖാഫത്തി സുന്നിയയിൽ അസിസ്റ്റന്റ് പ്രിൻസിപ്പളായി ഷെയ്ഖുൽ ഹദീസായി ജോലി തുടങ്ങി. 2011 വരെ നീണ്ട വർഷങ്ങൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സമർപ്പണം നടത്തി. കഴിഞ്ഞ ദിവസം കണ്ണടയുമ്പോ ദാരിമികളും സഖാഫികളുമായി 8000-ലധികം ദാരിമികളും സഖാഫികളുമായി ഡിഗ്രിക്കാര് മാത്രം, തഹ്സീലായ ആലിമീങ്ങൾ മാത്രം 8000-ലധികം വരുന്ന ശിഷ്യവൃന്ദത്തെ കൺകുളിർക്ക കണ്ടാസ്വദിക്കാൻ പാരത്രിക ലോകത്തേക്ക് പ്രാർത്ഥനയ്ക്ക് സജ്ജമാക്കിക്കൊണ്ട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. അള്ളാഹു ആ മഹാരഥന്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. ഈ മഹത്തായ സദസ്സ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തി എന്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ തിരുശേഷിപ്പിന്റെ പേരിൽ, തിരുശേഷിപ്പുകളുടെ പേരിൽ നടത്തുന്ന സർവിധ ചർവണങ്ങളും പ്രസംഗങ്ങളും. ഈ സ്പീക്കർ, ഇതിന്റെ ശബ്ദം അമുസ്ലിങ്ങളും കേൾക്കുന്നുണ്ട്. കേൾക്കുന്നില്ലേ? വേദനയുണ്ട്.
എന്റെ ബഹുമാന്യനായ സുഹൃത്ത് സ്വാഗതത്തിൽ ഓർമ്മപ്പെടുത്തി അനിവാര്യമായതുകൊണ്ടാണ് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യേണ്ടി വന്നത് എന്ന് അടിവരയിട്ട് ഞാനും ഓർമ്മപ്പെടുത്തുന്നു. ഇത് പറയാനല്ല എന്നോട് ആദ്യം പറഞ്ഞത്. ഇസ്ലാമിനൊരു സൗന്ദര്യമുണ്ട്. ലോകം ഇസ്ലാമിനെയാണ് ആഗ്രഹിക്കുന്നത്. ലോകത്തിലുള്ള ഉന്നതന്മാരായ ആളുകൾ ഇസ്ലാമിലേക്ക് കൂലം കുത്തി ഒഴുകുന്നു. ഇത് വെറുതെ പറയുകയാ. 2010 ഒക്ടോബർ മാസത്തിൽ ഇറങ്ങിയ 2010 ഒക്ടോബർ മാസത്തിൽ ഇറങ്ങിയ എമിറേറ്റ്സ് വുമൺ എന്ന് പറഞ്ഞ് UAE-യിൽ നിന്നിറങ്ങുന്ന ഒരു ഇംഗ്ലീഷ് മന്ത്ലിയുണ്ട്, മാസിക. അതിന് 4 പെണ്ണുങ്ങളുടെ 4 ഉന്നത സ്ത്രീകളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. 2 പേര് ബ്രിട്ടനിലുള്ളവരാണ്, ഒന്ന് അമേരിക്കയാണ്, ഒന്ന് ഫ്രാൻസാണ്. UAE-യിലെ വലിയ വലിയ കമ്പനികൾ നടത്തുന്നവരും വ്യവസായ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചവരുമാണ് ആ പെണ്ണുങ്ങൾ. അവർ പറഞ്ഞു, വിശ്വാസ മേഖലയിൽ സഹസ്രക്കണക്കായ പ്രത്യയ ശാസ്ത്രങ്ങളുടെ ശവപ്പറമ്പായ ഭൂമിലോകത്ത് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് ഹസ്രത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി, മദീനയുടെ മാനസപുത്രൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ നേതാവിന്റെ പ്രത്യയ ശാസ്ത്രത്തിലെ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ എന്ന് പറഞ്ഞ് പർദ്ദയിട്ട് മുഖം കെട്ടി നിൽക്കുന്ന ഫോട്ടോ എമിറേറ്റ്സ് വുമൺ ലോകത്തിലേക്ക് പ്രഖ്യാപിച്ചു. ഇതൊരനുഭവമല്ല. ഞാൻ പറഞ്ഞത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മറഞ്ഞുപോയ ഒരു നേതാവിന്റെ പ്രത്യയ ശാസ്ത്രത്തെ മാനിച്ച് ലോകം ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ ആ നബിതങ്ങളെ, ആ റസൂലുള്ളാന്റെ തിരുശേഷിപ്പുകളെ, ആ പുന്നാര നബിയുടെ വ്യക്തിത്വത്തെ അത്തരം മുസ്ലിം സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കുന്ന രൂപത്തിൽ മൈക്ക് വെച്ച് കെട്ടി താടിയും തലപ്പാവും വെച്ച് പ്രായമേറെയായെങ്കിലും ഉളുപ്പില്ലാതെ പ്രസംഗിക്കുമ്പോഴും വിമർശിക്കുമ്പോഴും സങ്കടം തോന്നുന്നു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കുമാറാവട്ടെ. മറുപടി പറയേണ്ടി വരുമ്പോൾ നമുക്കും പ്രതിപാദിക്കേണ്ടി വരികയാണ്. അതിലുള്ള വേദന ഞാൻ ആദ്യം നിങ്ങളോട് പങ്കുവെക്കുന്നു. നിഷ്പക്ഷമായി ഈ സ്പീക്കറിന്റെ ശബ്ദം ശ്രമിക്കുന്നവരുണ്ടാവാം. നിങ്ങൾ പല്ലട കുത്തി മറ്റുള്ളവനെ മണുപ്പിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാ ഞാൻ പറഞ്ഞത്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വലാത്ത് ചൊല്ലിക്കോ, അറിഞ്ഞുകൊണ്ട് തന്നെയാ പറയുന്നത്. ഇത് മാത്രമേ ബാലൻസ് ഉണ്ടാവുള്ളൂ. ക്രിസ്താബ്ദം 571 ഏപ്രിൽ മാസം 21-ാം തീയതി പശ്ചിമേഷ്യയിലെ സൗദി അറേബ്യ എന്ന് പറയുന്ന സ്ഥലത്ത്, അന്ന് സൗദി അറേബ്യ ഇല്ലെങ്കിലും വിശുദ്ധമായ മക്കയിലെ അറിയപ്പെട്ട തറവാടായ ഖുറൈശയിൽ അറിയപ്പെട്ട കാരണവരായ അബ്ദുൽ മുത്തലിബിന്റെ അവസാനത്തെ മകനായ അബ്ദുള്ളയിലൂടെ, ആമിനയിലൂടെ ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 സുബഹിയോടടുത്ത സമയം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് ജനിച്ചു. തിരുശേഷിപ്പ് നമുക്ക് പറയാം, അതിലേക്കായി വരുന്നത്. അല്ലാതെ ഒരു മുടിയുടെ കാര്യം മാത്രം പറഞ്ഞിട്ട് വെറുതെ എന്തിനായി വർത്താനം? ആരാ നബിതങ്ങള്? ഒന്ന് കേട്ടു നോക്ക്. നന്നാവാൻ തീരുമാനിക്കാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. ഒരു മൂര്യാരും വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ പ്രത്യയ ശാസ്ത്രവും ഞങ്ങളുടെ പ്രവർത്തനവും നിന്നു പോകുമെന്ന് അവർക്കറിയാം. അപ്പൊ എന്നും കാന്തപുരത്തെയും സുന്നി പ്രസ്ഥാനത്തെയും വിമർശിച്ചെങ്കിലേ ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. അല്ലാതെ സുൽഹായി കഴിഞ്ഞാൽ പിന്നെ എന്തും പറഞ്ഞാ ജീവിക്കുന്നത്? അണ്ണാക്കിൽ മാറാല കെട്ടിപ്പോകും. അതുകൊണ്ട് ഇത് പറയൽ നിർബന്ധമാണെന്ന് പറഞ്ഞ ആളുകളോട് നന്നാക്കാൻ നടന്നിട്ട് കാര്യമുണ്ടോ? അള്ളാഹു ഹിദായത്ത് കൊടുത്താലേ അവര് നന്നാവൂ. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. പക്ഷേ മലപ്പുറത്ത് കോളറ വന്നപ്പോ പാലക്കാടുള്ള കുട്ടികളെ കുത്തിവെച്ചു. മലപ്പുറത്താ കോളറ, കുത്തിവെച്ചത് പാലക്കാടാ. എന്തിനാടാ പിള്ളേരെ മലപ്പുറത്തുള്ളത് വന്നപ്പോ പാലക്കാട് കുത്തിയതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു പ്രതിരോധമാണ്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ അതിൽ പെട്ടുപോകണ്ട. അതുകൊണ്ടാ
ഇപ്പൊ പണ്ടത്തെ പോലെയല്ലല്ലോ, ഒരു മൂല്യാർ ഇവിടെ നിന്ന് വാഴ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കും. ഇപ്പൊ ഇരിക്കുന്ന സാധനം ലോകം മുഴുവൻ കേൾപ്പിക്കാൻ കഴിഞ്ഞു. കണ്ടോ, ആയിരിക്കുന്ന ലോകം മുഴുവൻ കേൾപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോ തെറ്റിദ്ധരിപ്പിക്കാനും നല്ലത് ഉദ്ദേശിക്കാനും നിമിഷങ്ങൾ കൊണ്ട് ലോകത്തിൽ വ്യാപിപ്പിക്കാൻ കഴിയുന്ന കാലമല്ലേ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ. ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 ജനിച്ചു. ക്രിസ്താബ്ദം 610 ഓഗസ്റ്റ് മാസം 16 തീയതി വിശുദ്ധമായ മക്കയിൽ നിന്ന് തെക്ക് കിഴക്ക് കിടക്കുന്ന ഹാർഹിറയില് 3 കിലോമീറ്റർ പോയാൽ കാണുന്ന ഹാർഹിറയിൽ വെച്ച് നസലൽ അമീനു മലക്ക് ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, നബിയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനായി പ്രഖ്യാപിച്ചു. ക്രിസ്താബ്ദം 610 ഓഗസ്റ്റ് മാസം 16 തീയതി നബിയായി പ്രഖ്യാപിച്ചു. ക്രിസ്താബ്ദം 622 ജൂൺ മാസം 20 തീയതി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രയാണം ചെയ്ത മുഹമ്മദുർ റസൂലുള്ളാഹി. ക്രിസ്താബ്ദം 628 വീണ്ടും മദീനയിൽ നിന്ന് മക്കയിലേക്ക് മക്കം ഫത്ഹിനു വേണ്ടി 10,000 സ്വഹാബാക്കളുമായി വന്ന ഹസ്രത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി. ക്രിസ്താബ്ദം 632 ജൂൺ മാസം 8 തീയതി ക്രിസ്താബ്ദം 632 ജൂൺ 8 മുന്തിരിച്ചാറുകളുടെയും പരനീർ പുഷ്പങ്ങളുടെയും പരിമളത്തില് മദീനയിൽ അന്ത്യവിശ്രമം കൊണ്ട റഫീഖുൽ അലയിലേക്ക് ഉയർന്നുപോയ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ പ്രിയ നേതാവിന്റെ തിരുശേഷിപ്പുകൾ, അവിടുത്തെ ജീവിതം, അവിടുത്തെ ശരീരം, അവിടുന്ന് ബാക്കി വെച്ചത്, അവിടുന്ന് സ്പർശിച്ചത് എല്ലാം അത്ഭുതങ്ങളായിരുന്നു. മുഹമ്മദ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കണം. വിമർശിക്കുന്ന ആളുകൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനെയായി വിമർശിക്കുന്നത്? എന്തിനെയായി വിമർശിക്കുന്നത്? നിങ്ങൾക്കറിയോ, ഞാൻ പറഞ്ഞ നീൽ ആംസ്ട്രോങ് ചന്ദ്രമണ്ഡലത്തിലേക്ക് പോയപ്പോ അയാൾ ഉപയോഗിച്ചിരുന്ന ടൂത്ത് ബ്രഷ്, അയാൾ ആ യാത്രയിൽ ഉപയോഗിച്ച പാന്റ് ഷർട്ട്, അദ്ദേഹം ആ യാത്രയിൽ ഉപയോഗിച്ച ഷൂ തുടങ്ങിയ സാധനങ്ങൾ ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് കാണാൻ അദ്ദേഹത്തിന്റെ ആധാറുകൾ വാഷിംഗ്ടണിലെ പ്രശസ്തമായ മ്യൂസിയത്തിൽ ഇതാ വെച്ച് പൂട്ടിക്കഴിഞ്ഞു. അമേരിക്കക്ക് ടിക്കറ്റ് എടുത്ത് വരാമെങ്കിൽ കാണാൻ പോകാം. അയാൾ എന്ത് നല്ല കാര്യമാണ് ചെയ്തത്? ക്രിസ്ത്യാനി ഭരണകൂടത്തിന്റെ ഈമാൻ നിങ്ങൾ നോക്ക്. നല്ല ഒരു യാത്ര ചെയ്തു, ലോകം അംഗീകരിച്ച യാത്ര, ലോകത്തിലെ ആദ്യത്തെ യാത്ര. അത് ഞങ്ങളുടെ നാട്ടുകാരാണ് ആയതിന്റെ പേരില് അദ്ദേഹം മരിച്ചാലും അദ്ദേഹം ആ യാത്രയിൽ ഉപയോഗിച്ച ആധാറുകളും അവശിഷ്ടങ്ങളും തിരുശേഷിപ്പും അവരുടെ ഭാഷയിൽ വിശ്വാസത്തിൽ ആ സാധനങ്ങളൊക്കെ ഇതാ മ്യൂസിയത്തിൽ വെച്ച് സൂക്ഷിക്കുന്നെങ്കിൽ, ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, ഓ പ്രിയപ്പെട്ട മുസ്ലിയാന്മാരെ, ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂലിന്റേതാണെന്ന് ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അറിയപ്പെട്ടത് 2-3 സ്ഥലങ്ങളിൽ മാത്രമാണെങ്കിൽ, ഈമാനുള്ളവരോടാ ഞാൻ ചോദിക്കുന്നത്. നന്നാവാൻ തീരുമാനം ഉണ്ടെങ്കിൽ കേൾക്കുക. ഇന്ത്യയിൽ എത്ര കോടി ജനമുണ്ട്? കേരളത്തിൽ തന്നെ എത്രയുണ്ട്? എത്രയോ ആളുകൾ വിദേശ രാഷ്ട്രങ്ങളിലുണ്ട്. ആർക്കെങ്കിലും ഒന്ന് കൊണ്ടുവന്നുകൂടെ? ഇത് നബിതങ്ങളുടെ മുടിയാണ്, റസൂലുള്ളാന്റെ മുടിയാണെന്ന് പറഞ്ഞ് ആരാ ഇതുവരെ ഒന്ന് കൊണ്ടുവരാത്തത്? ഈമാന്റെ ഒരൽപ്പമെങ്കിലും ഉള്ളിലുള്ള ഒരാൾക്കതിന് കഴിയുമോ? പറ. പുന്നാര നബിതങ്ങളുടെ പേരിൽ ഒരു കളവ് പറയാൻ ഈമാന്റെ ഒരൽപ്പമെങ്കിലും ഉള്ള ഒരു മുസ്ലിം തയ്യാറായില്ല എന്നതിന്റെ തെളിവല്ലേ 12 കോടിയിലധികം വരുന്ന മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഭാരതത്തിൽ വിരലിലെണ്ണാവുന്ന സ്ഥലങ്ങളിൽ മാത്രം ഈ സംഭവം ഒതുങ്ങിപ്പോയത്? കളവ് കൊണ്ടുവരാൻ ഒരു മുസ്ലിമിന്റെ ഹൃദയവും അനുവദിക്കില്ല എങ്കിൽ ഞാൻ ചോദിക്കട്ടോ, ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു സദസ്സ് കാരന്തൂരിന്റെ കേരവൃക്ഷങ്ങൾക്കിടയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോ
ലക്ഷോപലക്ഷം വരുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷത്തിലധികം താടിയും തലപ്പാവും തലമറച്ചിട്ടുള്ള ആളുകള്, ദീനിന്റെ ആധാറുകളിൽ ജീവിക്കുന്ന ആളുകളുടെ മുമ്പിൽ അബൂദാബിയിലെ പ്രശസ്തമായ കുടുംബത്തിലെ അഹ്മദ് ഖസ്റജി, ബദരീങ്ങളുടെ പേര് കേൾക്കുമ്പോ നിങ്ങൾ സാധാരണ പേരു മാത്രമാണ് കേൾക്കുന്നതെങ്കിലും അവരുടെ പേരിന്റെ അവസാനത്തിലേക്ക് ചെല്ലുമ്പോ കൂടുതൽ സ്വഹാബക്കള്, ബദരീങ്ങളിൽപ്പെട്ട കൂടുതൽ സ്വഹാബാക്കളുടെയും കബീലയുടെ പേരിൽ കാണാം അൽ ഖസ്റജി. ഇതിന്നും ഇന്നലെയോ അബൂദാബിയിൽ വന്ന ആളല്ല, പുന്നാര നബിതങ്ങളെ കൺകുളിർക്ക കണ്ട് ആസ്വദിക്കാൻ ഭാഗ്യം ലഭിച്ച അൻസാറുകളായ സ്വഹാബാക്കളുടെ പരമ്പരയാണ് അൽ ഖസ്റജി കുടുംബം. ആ കുടുംബത്തിൽപ്പെട്ട മതകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന, യുഎയിൽ പോയി ഒമാനിലൊക്കെ പോയ ആളുകൾക്ക് അറിയാലോ, മതകാര്യ വകുപ്പ് എന്ന് പറഞ്ഞ് വെറുതെ അങ്ങോട്ട് നമ്മുടെ ഇവിടുത്തെ വകുപ്പ് പോലെ മരാമത്ത് വകുപ്പ് പോലെ തള്ളാൻ പറ്റില്ല. മതകാര്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഔഖാഫ്, ദീനു പറയുന്ന വകുപ്പ്. ആ വകുപ്പിന്റെ ഡയറക്ടറായിരുന്ന മഹാൻ, ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങൾ, ആയിരക്കണക്കായ ആലിമീങ്ങൾ, സയ്യിദന്മാരുടെ മുമ്പിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുശേഷിപ്പ് എടുത്തു സമർപ്പിച്ചിട്ട് പറയുന്നു, ഇത് പുന്നാര നബി തങ്ങളുടെ ശിരോരോമമാണ്. ഞാൻ ചോദിക്കട്ടോ, വിവരമില്ലാത്ത ഈ ഭാരതത്തിൽ തന്നെ അമ്മാതിരി ഒരു വിക്രസ് കാണിക്കാൻ ഇതുവരെ 12 കോടിയിലധികം വരുന്ന മുസ്ലിമീങ്ങളാരും തയ്യാറായിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളുടെ ശൃംഖലകളിൽപ്പെട്ട ഉന്നത കുലജാതനായ വ്യക്തി ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങളുടെ സാന്നിധ്യത്തിൽ പുന്നാര നബിതങ്ങളെ കുറിച്ചൊരു കളവു പറയാൻ തന്റെ ഇടം കാണിക്കുമോ? മരിക്കാൻ ആഗ്രഹമുള്ള ഒരു സഹോദരൻ, ആഖിറത്തെ ഭയപ്പെടുന്ന ഒരു സഹോദരൻ അതിന് കഴിയുമോ? മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ. ഔഖാഫിൽ നിന്ന് ക്ലാസ് എടുക്കുന്ന ഖസ്റജി, മൻ കദിബ അലയ്യ മുതഅമ്മിദൻ, എന്റെ പേരിൽ ഏതെങ്കിലും രൂപത്തിൽ ഒരു കളവ് പറഞ്ഞാൽ, എന്റെ പേരിൽ ആരെങ്കിലും ഒരു കളവ് പറഞ്ഞാൽ ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ, അവന്റെ പാർപ്പിടം നരകം തന്നെയാണ് കേട്ടോ, നരകം അവൻ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്ന് ശക്തമായ ഭാഷയിൽ അള്ളാന്റെ റസൂല് ഓർമ്മപ്പെടുത്തിയ സംഭവങ്ങൾ സവിസ്തരം പ്രതിപാദിക്കുന്ന ഖസ്റജി ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങളുടെ അടുത്തു നിന്ന് ഇത് പുന്നാര നബിതങ്ങളുടെ ശിരോരോമമാണ്, അല്ലെങ്കിൽ ആഫാറാണെന്ന് പറഞ്ഞിട്ട് എത്ര കിട്ടിയ അയാൾക്ക്? ആരൊക്കെ വിളിപ്പിക്കാൻ ആഖിറം അദ്ദേഹം വില കൊടുത്തത്? അതിന്റെ സനത് ഞങ്ങൾക്കൊന്ന് കാണണം. ഞാൻ ചോദിക്കട്ടെ, വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊന്നും വെക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. 25,000 ഇവരുടെ ഒരു കാസിമി, എന്തോ ഒരു കാസിമി, റഹ്മത്തില്ല കാസിമി, അദ്ദേഹം പറഞ്ഞു 2 കുപ്പി വെള്ളം എടുത്തിട്ട്, 2 കുപ്പി വെള്ളം എടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഖുർആൻ അക്കാദമിക്ക് വേണ്ടി 25,000 രൂപ സംഭാവന തരുന്ന ആൾക്ക്, ഞങ്ങളുടെ ഖുർആൻ പഠന കേന്ദ്രത്തിന് 25,000 തരുന്ന ആൾക്ക് 1 കുപ്പി തരാം, മറ്റേ ഒരു 25,000 തരുന്ന ആൾക്ക് തരാം. അങ്ങനെ 50,000 ഒരു സെക്കൻഡിൽ പിരിച്ചു. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാ. സനത് കാണിച്ചോ, സനത് കാണിച്ചോ. സനദേ എന്ന് പറഞ്ഞു കിടന്നാൽ നിങ്ങൾ ഇവിടുന്ന് വിളിച്ചു പോയാ കിട്ടുന്നതാ? ഞാൻ ചോദിക്കട്ടെ, റഹ്മത്തില്ല കാസിമി ആ സംഭവം അങ്ങോട്ട് നടക്കുന്ന സന്ദർഭത്തില് വെല്ലൂര് ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് മുടി മുക്കിയ വെള്ളം. വിൽക്കാൻ അവര് പറഞ്ഞോ? വിൽക്കാൻ അവര് പറഞ്ഞോ? ദാ മുജാഹിദുകാരൻ കോഴിക്കോട് സ്റ്റേജ് കെട്ടി ചോദിച്ചു, റസൂലുള്ളാഹിന്റെ തബറുക്ക് പാവങ്ങൾക്ക് വേണ്ടേ മുസ്ലിയാരെ? നിങ്ങൾ 25,000 വിറ്റു, റസൂലുള്ളാഹിന്റെ തബറുക്ക് ആഗ്രഹിക്കുന്ന പാവങ്ങൾ അവിടെ ഇല്ലേ? എന്തേ നിങ്ങൾ വിലക്ക് വിൽക്കാൻ കാരണം? അവിടെ ഒന്നും സനദും ഒന്നും ആവശ്യമില്ല.
കാന്തപുരത്തിന്റെ പേരിലേക്ക് കയറാനേ സനത് ആവശ്യമുള്ളൂ. ഇത് തനിച്ച അസൂയയാണ്. പെറ്റ പെണ്ണ് നെയ്യും ചോറും തിന്നണ കണ്ട് മച്ചി പെണ്ണ് കലോടച്ചിട്ട് കാര്യമൊന്നുമില്ലടോ. കാന്തപുരം വലിയ വലിയ ബംഗ്ലാവ് സ്ഥാപിക്കുന്നു, സ്വന്തമല്ല, പല സ്ഥലങ്ങളിലും. നിങ്ങളൊരു തെക്കാവിന് ഒരു നിക്കാരപ്പള്ളിക്ക് തറക്കല്ലിട്ട്, 1 തറക്കല്ലിട്ട്, 2 തറക്കല്ലിട്ട്, 6 തറക്കല്ലിട്ടിട്ടും പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കാന്തപുരം അമ്മാതിരി ആ സ്റ്റേഷനൊക്കെ വിട്ടിട്ട് അദ്ദേഹം ഒരുപാട് നല്ല കാര്യം ചെയ്യുമ്പോ എങ്ങനെയെങ്കിലും പിടിച്ചു കെട്ടണം. ആയിക്കോ, അതിന് വേറെ മാർഗം നോക്കിക്കോ. റസൂലുള്ളാഹിനെ വിട്, അള്ളാന്റെ റസൂലിനെ നിങ്ങൾ ഒഴിവാക്ക്. ഗ്രൂപ്പ് കളിക്കാൻ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്. റസൂലുള്ള നമുക്ക് പുറത്തു തരട്ടെ. ഏത് ധൈര്യത്തിലാ പറയുന്നത് ഇതല്ലാന്ന്? എത്ര ആളുകളെ കബളിപ്പിച്ചു, എത്ര ആളുകളുടെ ഈമാൻ നഷ്ടപ്പെടുത്തി, എത്ര പ്രസംഗങ്ങൾ നടത്തി, എത്ര ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. ഇതിന്റെ പാപഭാരം എവിടെ കൊണ്ട് അവസാനിപ്പിക്കും? സനത് വേണം പോൽ, അത് ഫോൺ ചെയ്യലല്ല. വാ, വരണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വാടൂ, നമുക്ക് പോകാം. ഖസ്റജിയുടെ വീട്ടിൽ തന്നെ പോകാം അബൂദാബിയിൽ. എന്നിട്ട് ചോദിക്കുക, നിങ്ങൾ ഈ കൊടുത്ത മുടിക്ക് 75 സെന്റിമീറ്റർ നീളം ഉണ്ടായിരുന്നെന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 1 മീറ്ററിന് ഒരു ഇത്തിരി കുറവേ ഉള്ളൂ. 75 സെന്റിമീറ്റർ നീളേ റസൂലുള്ളാഹിന്റെ മുടിക്ക്. കാരണം ആ കൂജക്ക് അത്ര നീളമുണ്ടല്ലോ, ആ കൊടുത്ത സ്ഫടികക്കൂട് കണ്ടോ, അതിനത്ര നീളമുണ്ട്. അപ്പൊ ഇവർ സാധുക്കൾ വിചാരിച്ച് അത്ര നീളമുള്ള മുടിയാ. പിന്നെ മുജാഹിദ് ജമാഅത്തിന്റെ കാര്യം പറയേ വേണ്ട, ഒക്കെ ക്ലിപ്പിട്ട് കാണിക്കേണ്ട വിഷയ. പള്ളിയിൽ സ്വർഗം വേണോ സ്വർണം വേണോ? മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്നത് അയാളുടെ പേര് തന്നെ ജിഹാദ. മുജാഹിദ് ബാലുശ്ശേരി ചോദിക്കുന്നതാ, സ്വർണം വേണോ സ്വർഗം വേണോ? അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളൊക്കെ മുസല്ല വിട്ടുപോകുമ്പോ കാശ് ഒരു പക്ഷെ കൊണ്ടുവന്നില്ലെങ്കിലും എന്തു വേണം? കയ്യിൽ വിരലുകളിൽ എന്തില്ലേ, മോതിരങ്ങളില്ലേ, കൈകളിൽ വളകളില്ലേ, അതൂരി മുസല്ലയിൽ ഇട്ടു പോകണം. സ്വർഗം വേണോ സ്വർണം വേണോ? കാന്തപുരോ പള്ളി പണിയുന്നു. പള്ളിയല്ല ഉദ്ദേശം മുസ്ലിയാരെ, പള്ളയാണ്. ഇതോ സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നുകൊണ്ടും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റുണ്ട്, അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയല്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. സ്വർഗം വേണോ സ്വർണം വേണോ? കാന്തപുരോ പള്ളി പണിയുന്നു. പള്ളിയല്ല ഉദ്ദേശം മുസ്ലിയാരെ, പള്ളയാണ്. ഇതോ ഐ cannot understand what they are doing. എന്താന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ കയറിയാല്, നേരത്തെ പറഞ്ഞത് 87, 88 എന്നൊക്കെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. മാന്യനായി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ അവരുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. അതുകൊണ്ട് സനതും ചോദിച്ച് സാധുക്കളെ വിഷമിപ്പിക്കണ്ട. സനതും ചോദിച്ചിട്ട് മഹാനായ നബി തങ്ങളുടെ ശിരോരോമത്തിന്റെ സനത് വേണം, സനത് വേണമെന്ന് പറഞ്ഞാല് എത്ര പ്രാവശ്യം വിളിച്ചു വരാൻ? പിന്നെ എന്നെ സനത് ഇന്നാന്ന് പറഞ്ഞിട്ട് കൊണ്ടേ കൊടുക്കാൻ പറ്റിയ സാധന? കോഴിക്കോടേക്ക് വരിക, അതല്ലെങ്കിൽ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറഞ്ഞു കുറ്റ്യാടിയിലേക്ക് വരിക, ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. എന്താ ചെല്ലാത്തത്? വണ്ടിക്കൂലി ഇല്ലെങ്കിൽ അതും തരാമെന്ന് പറഞ്ഞു. അബുദാബിയിൽ പോണെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തു തരാമെന്ന് പറഞ്ഞു. എന്തേ പോകാത്തത്? പോയാൽ പ്രശ്നം തീരും. പ്രശ്നം തീർന്നാൽ ജീവിക്കാൻ മാറ്റം ഉണ്ടാവില്ല. അതേ ഉള്ളൂ. ഇത് കണ്ടോ നിങ്ങൾ? ഞാൻ വെറുതെ പറഞ്ഞതാണോ? ഇവർ വലിയ കാര്യമായി പൊക്കിപ്പിടിക്കുന്ന ഇവരുടെ തണലിലാണല്ലോ ഈ സാധുക്കളുടെ ജീവിതം തന്നെ. ബഹുമാനപ്പെട്ട തങ്ങളുവറുകള് ഏതാ? നമ്മളുടെ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങള് 1000 രൂപ കൊടുത്തിട്ട് പറയാ, മക്കളെ കാന്തപുര ഉസ്താദ് ഉണ്ടാക്കുന്ന പള്ളിയിൽ ഞാനൊരു മെമ്പറാണ് കേട്ടോ, നിഷേധിക്കാൻ പറ്റുമോ? ഞാനൊരു മെമ്പർ, 1000 രൂപക്ക് എനിക്കും ഒരു മെമ്പർഷിപ്പ് താ, ഞാനും ആ പുന്നാര നബി തങ്ങളാ എന്റെ ഉപ്പാപ്പാടെ കൂടെ ആ പള്ളിയിലൊന്ന് സഹകരിക്കട്ടെ എന്ന്. പോയില്ലടോ നിങ്ങളുടെ കാര്യം, പോയില്ലേ നിങ്ങളുടെ കാര്യം? ഇനി എന്താ പറയാനുള്ളത്? അതുകൊണ്ട് ഇനി ഞങ്ങളുടെ പേരിലോ കാന്തപുരത്തിന്റെ പേരിലോ വെക്കിട്ട് കയറുന്നതിന് മുമ്പ് തങ്ങളോട് പാണക്കാട് എന്ന് ചോദിക്കുക, എന്താ അങ്കിളെ കാണിച്ചത്? പക്ഷേ തങ്ങളനങ്ങില്ല. തങ്ങളുടെ തങ്ങളായ സയ്യിദുനാ വഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി. കേട്ടോ നിങ്ങള്, മഹാനായ ഇമാം ഗസാലി തങ്ങള് ലോകത്ത് 500-ലധികം വരുന്ന വൈജ്ഞാനിക ശേഖരങ്ങള് തയ്യാറാക്കി സംഭാവന ചെയ്ത മഹാനായ ഗസാലി ഇമാം തങ്ങള് ലോകത്തോട് പ്രഖ്യാപിച്ച ഒരു വിഷയമുണ്ട്. ഫഇന്നഹു
ലൗ ഉദിഅ ശഅറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിന്റെ മുടിയാണല്ലോ നമ്മുടെ വിഷയം അല്ലേ? ആ മുടി കൊണ്ട് ഒരുപാട് ആളുകൾ പുണ്യം നേടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ റസൂലുള്ളാഹി വിഹിച്ചു കൊടുത്തപ്പോ ഇഖ്സിംഹു ബൈനന്നാസ്, അബൂ തൽഹത്തുൽ അൻസാരിയോട് പറഞ്ഞു, ഇത് ജനങ്ങൾക്ക് വിഹിച്ചു കൊടുക്ക. ഈമാനുള്ള മുഅ്മിനീങ്ങൾ ചിന്തിക്കണം, മുടി ശിരോരോമം അത് ആരാധിക്കാൻ വേണ്ടിയാണ്, പൂജിക്കാൻ വേണ്ടിയാണ് പള്ളി പണിയുന്നത് എന്ന് പറയുന്നെങ്കിൽ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അടുത്ത പരിപാടിയിലേക്ക് കിടക്കണം. നമുക്ക് ചങ്കിൽ കൈവച്ച് ചിന്തിച്ചോ, അള്ളാന്റെ റസൂലിന് അറിയാലോടോ ഇനി വരാൻ പോകുന്ന സംഭവങ്ങൾ. അപ്പൊ വേറെ വാന്ന് പറയേണ്ടി വരും. അള്ളാന്റെ റസൂലിന് അറിയാന്ന് വരാൻ പോകുന്ന സംഭവങ്ങൾ അറിയൂലേ? ബിഗ് ബാങ് തിയറിയെ കുറിച്ച് റസൂലുള്ള പറഞ്ഞില്ലേ? ആകാശവും ഭൂമിയും ചന്ദ്രനും ശുക്രനും യുറാനസും നെപ്റ്റ്യൂണും ബാക്കി എന്താ അപ്പയ്യം പോയി തോന്നുന്നു ചോദിക്കുന്നു മേടിച്ചിട്ട്. ഈ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ മുമ്പ് ഒരു സ്ഫോടനമായിരുന്നു. അവലം മിറല്ലദീന കഫറു അന്ന സമാവാതി വൽഅർള കാനതാ റത്ഖൻ ഫതഖ്നാഹുമാ. നബിയാ പറഞ്ഞത്. ബിഗ് ബാങ് തിയറി നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച സംഭവമാണെങ്കിൽ അതേക്കുറിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി. അതേപോലെ തന്നെ വരാൻ പോകുന്ന സംഭവമാണ്. ലോകത്തിൽ എല്ലാ സാധനങ്ങളും ജലത്തിൽ നിന്നാണ് ഉണ്ടായത്, വെള്ളത്തിൽ നിന്നാണ് എല്ലാ വസ്തുക്കൾക്കും ജീവൻ കൊടുത്തതെന്ന് ശാസ്ത്രം ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചപ്പോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി പറഞ്ഞു, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യിൻ അഫലാ യുഅ്മിനൂൻ. എല്ലാ സാധനങ്ങളും സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ്. ശാസ്ത്രലോകം ഇപ്പൊ പറയുന്നു അല്ല പണ്ടുണ്ടാക്കിയ ഭൂമിയും ആകാശവും ഒന്നും അങ്ങനെ തന്നെ നിൽക്കുകയല്ല, അത് വികസിച്ചുകൊണ്ടേയിരിക്കുന്നു, പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വഇന്നാ ലമൂസിഊൻ, നിശ്ചയം പ്രപഞ്ചത്തെ നാം വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ, ആകാശഭൂമികളെ നമ്മുടെ കരുത്തുകൊണ്ട് നമ്മളാണ് സൃഷ്ടിച്ചത്. വഇന്നാ ലമൂസിഊൻ, അത് വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പറഞ്ഞെന്താ, റസൂലുള്ളാഹിക്ക് അറിയാന്ന് വരുന്ന കാര്യങ്ങൾ ഇമാതിരി ആളുകളൊക്കെ വരുമെന്നും അറിയാം, വിഷയങ്ങൾ ഉണ്ടാവുമെന്നും അറിയാം. ദീർഘിപ്പിക്കുന്നില്ല. എങ്കിൽ ആ വിശുദ്ധമായ രോമത്തെ പുന്നാര നബിതങ്ങൾ വിശ്വാസം വന്നിട്ടില്ലേ? ഈ ഇരിക്കുന്ന സാധനം എന്താ? അഹൂജ കമ്പനിയുടെ മൈക്ക. ഈ സാധനം വരുമെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തഖൂമു സഅതു ഹത്താ യതകല്ലമ അർ-റജുലു ഫീ സുജ്ഇ അസാ. ഒരു വടിയുടെ തലയോട് മനുഷ്യന്മാർ സംസാരിക്കുന്ന സാധനം വന്നിട്ടല്ലാതെ ലോകം അവസാനിക്കില്ല. വടിയെന്ന് ഉദ്ദേശിച്ചത് ഈ സ്റ്റാൻഡ് ആവണം. അതിന്റെ തലയോടാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെറുതും വലുതുമായ സകലമാന വിഷയങ്ങളും ഇന്നിപ്പോ ആധാരം ചെയ്യാൻ വേണ്ടി ചെന്നാല് നമ്മുടെ രജിസ്റ്റർ ഓഫീസിലെ ആളെന്താ പറയുന്നത്? കയ്യൊപ്പ ഇടുന്നത് അല്ലേ? എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഒപ്പൊക്കെ ആദ്യം ഇടിക്കും, ലാസ്റ്റ് ഉറച്ച ഐഡന്റിറ്റി ഏതാ? കൈ അങ്ങോട്ട് വെച്ചോ മക്കളെ എന്ന് പറയും. കൈ അങ്ങോട്ട് വെച്ചോ. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഖുർആൻ. എത്ര കോടി മരിച്ചുപോയടോ, എത്ര കോടി മരിച്ചുപോയി. ഇന്ന് എത്ര കോടിയുണ്ട്? 500 കോടി ഉണ്ടല്ലോ. ഇനി എത്ര കോടി വരാനിരിക്കുന്നു? ഒരാളുടെ കൈവിരല് അല്ല. ഈ അടയാളം വല്ലാത്ത സ്ട്രോങ് അടയാളമാ. ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു. ആധാരം എഴുത്താഫീസിൽ രജിസ്ട്രാളൊക്കെ വരുന്നതിന്റെ മുമ്പ് നിന്റെ വിരൽ കൊടിയെ സൃഷ്ടിച്ചവനാണ് അല്ലാഹ്. കോടാനുകോടി മനുഷ്യന്മാരുടെ വിരൽ കൊടിക്ക് ഒന്നൊന്നിനോട് തുല്യതയില്ലെങ്കിൽ ആ കോടാനുകോടി മനുഷ്യന്മാരുടെ എല്ലുകൾ എവിടെയാണെന്ന് അല്ലാഹുക്ക് മനസ്സിലാകും. അതൊരു സമയത്ത് അല്ലാഹ് ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. ദിവസങ്ങൾ വേണം ആ വിഷയം എന്ന് പറയാൻ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ ഇതെല്ലാം അറിയാവുന്ന മുൻ പ്രവർത്തനങ്ങളെല്ലാം വരാനിരിക്കുന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ജമാഅത്തും മുജാഹിദും മറ്റുമൊക്കെ പറയുന്നത് പോലെ മുടി, തിരുശേഷിപ്പ്, ആ തിരുകേശം കേശപൂജയാണ് എന്ന് പറയുന്നെങ്കിൽ എന്തിനാ അള്ളാന്റെ റസൂല ഹജ്ജത്തുൽ വദായിൽ വെച്ച് അബൂ തൽഹത്തുൽ അൻസാരിയോട് പറഞ്ഞത് ഇഖ്സിംഹു ബൈനന്നാസ്, ജനങ്ങൾക്ക് വിധിച്ചു കൊടുത്തോ? പറയടോ. അപ്പോ അതിൽ നിന്നറിയാം ജനങ്ങൾക്ക് വിഹിതിച്ചു കൊടുത്തോ എന്ന് പറഞ്ഞത് അതിന് പവിത്രതയുണ്ട്. അല്ലെങ്കിൽ ഒഴിവാക്കാനാ പറയേണ്ടത്. സ്വഹാബത്തിന് കിട്ടിയവർക്ക് കൊടുത്തു, കൈമറിഞ്ഞ് അതിൻ്റെതായ ചില ഭാഗങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഭ്യമായിട്ടുണ്ട്.
ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ, ഞങ്ങളിൽ രോഗിയായ ആളുകൾക്ക്, ആ രോഗികളായ ആളുകൾ പാത്രത്തിൽ വെള്ളവുമായി വരുമ്പോ പുന്നാര നബിതങ്ങളുടെ ആ ശിരോരോമം സൂക്ഷിച്ച ജുൽജുൽ എന്ന് പറയുന്ന പാത്രം, അത് വെള്ളിയിലാനാൽ ഉണ്ടാക്കിയത്. അന്ന് കാശ് കുറവാണ്. പുന്നാര നബിതങ്ങൾ കിടന്നത് ഈ തപ്പന മടലിലല്ലേ? അല്ലേ? പുന്നാര നബിതങ്ങൾ പുതച്ചത് കമ്പളി പുതപ്പല്ലേ? കാശ് കുറവാണ് എങ്കിലും അന്ന് മുടി സൂക്ഷിച്ചത് വെള്ളിപ്പാത്രത്തിലാണ്. ഇന്ന് നമുക്ക് ഒരുപാട് കാശുണ്ട്, അതുകൊണ്ട് 40 കോടിയുടെ പള്ളിയിൽ. എന്താ തെറ്റ്? അന്ന് വെള്ളിപ്പാത്രത്തിലാ, ഇത് 40 കോടിയുടെ പള്ളിയിലാ. അപ്പൊ മുസ്ലിയാരെ, നമ്മുടെ കോഴിക്കോട് ടൗണിൽ എത്ര ആളുകളാ വീടില്ലാത്തവർ! എന്താ കണ്ണീര്! സുബ്ഹാനല്ലാഹ്, അവന്റെ ഖൽബ് കുൽബാകുക. വയനാട് എത്ര പെണ്ണുങ്ങളാ കെട്ടിക്കാതെ നിൽക്കുന്നത്! നീ 2 നില പുരയല്ലേ ഉണ്ടാക്കിയത്, എന്താ അവിടെ ചിന്തിക്കാതെ? എനിക്കൊന്നു മതി, ഒന്ന് എന്റെ അയൽപക്കക്കാരന് കൊടുക്കാം, 1 നില കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്താ ചിന്തിക്കാതിരുന്നത്? ഇതെന്റെ കാന്തപുരത്തിന് മാത്രം കുത്തകയാ പാവങ്ങളെ സംരക്ഷിക്കാന്നുള്ളത്? അസൂയല്ലാതെ ഇതിനെന്താ അർത്ഥം? അതുകൊണ്ട് കാന്തപുരം എത്തിയെടുത്തേക്ക് നിങ്ങൾ വാ, എന്നിട്ട് വിമർശിക്കും, നമ്മൾ ഉൾക്കൊള്ളാം. കാന്തപുരം ഒരുപാട് പാവങ്ങൾ സഹായിച്ചിട്ടുണ്ട്, എണ്ണിയാലൊതുങ്ങോടോ സഹായം? സുനാമി പോലത്തെ ദുരന്തങ്ങൾ വന്ന ഭൂമിയിൽ അദ്ദേഹം ഓടിയെത്തി വലിയ കനത്ത സംഭാവനകൾ കൊടുത്തില്ലേ? ഹെറിറ്റേജ് അവാർഡ് കിട്ടിയപ്പോ അദ്ദേഹത്തിന് കിട്ടിയ ആ തുകയിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്തില്ലേ ഇപ്പൊ നടന്ന ബോംബെ കലാപത്തിന് വിധേയരായ ആളുകൾക്ക്? 2000-ലധികം പള്ളികള്, സാധുക്കളായ ആളുകൾക്ക് പള്ളി വേണമെന്ന് പറഞ്ഞ സ്ഥലത്ത് പള്ളികൾ വെച്ചു കൊടുത്തില്ലേ? ഈ മർക്കസിന്റെ സമ്മേളനത്തിൽ 33 നിർധനരായ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തു വിട്ടില്ലേ? സമയക്കുറവ് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതേപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത കാന്തപുരത്തിന്റെ അടുത്തേക്ക് എത്തുക, എന്നിട്ട് പറയുക കാന്തപുരം നിങ്ങളിതൊക്കെ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തെ എന്താക്കണം. ഇതൊന്നും ചെയ്യാത്ത നീ മണ്ണും ചാരിയെന്നോ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞവർ ഒന്നും ചെയ്യാതെ വിമർശിക്കാൻ മാത്രം വരിക. അതുകൊണ്ട് ഈ 40 കോടിയുടെ പള്ളി വെറുതെ ഒരു മുടി ഉണ്ടാക്കാനല്ല. മദീനത്തെ പള്ളി പുന്നാര നബിതങ്ങൾ ഒരു സൈഡിൽ കിടക്കുന്നുണ്ട്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൈഡിലുണ്ട്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് സൈഡിലുണ്ട്. പക്ഷേ ലക്ഷക്കണക്കായ ആളുകൾ മറുവശത്ത് നിസ്കരിക്കുന്നുമുണ്ട്. അതേപോലെ കോഴിക്കോട് വിശാലമായ ഒരു പള്ളി, മുസ്ലിം സമൂഹത്തിന്റെ ഇസ്സത്തുള്ള ഒരു പള്ളി, ആ മുടി കാണാനും മുടി മുക്കിയ വെള്ളം കുടിക്കാനും ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ ഇനി ഭാവി തലമുറയിൽ വരുമ്പോ അവരുടെ നിസ്കാരം കളായാവാതിരിക്കാൻ ഒരൊറ്റ സമയം എല്ലാവർക്കും നിസ്കരിക്കാൻ പര്യാപ്തമായ വിശാലമായ ഒരു പള്ളി, അതിന്റെ സൈഡില് പുന്നാര നബിതങ്ങളുടെ തിരുശേഷിപ്പും സൂക്ഷിക്കുന്നു. മദീന പോലെ. എന്തപ്പോ ഇതിൽ കുഴപ്പം? അപ്പൊ കാന്തപുരം വലുതായി പോകുമെന്നുള്ളതേ ഇവിടെ അകത്തുകയുള്ളൂ. തനിച്ച അസൂയ. വെറുതെ പറഞ്ഞതല്ല. 2 ആഴ്ച മുമ്പ് നടന്ന കണ്ടതും കേട്ടതും എന്ന് പറയുന്ന പരിപാടിയില്ലേ ഏഷ്യാനെറ്റില്? അപ്പൊ ചോദിക്കും മൊയ്ലാർ ഇതും കണ്ടോണ്ടാണോ ഇരിക്കണമെന്ന്. കണ്ടതും കേട്ടതും ഒക്കെ കാണും, കാരണം ഇതേപോലത്തെ വില്ലന്മാരെ പിടിക്കണമെങ്കിൽ. കാന്തപുരത്തെ വിമർശിക്കാൻ 3 മാന്യന്മാരിരിക്കുക. നോക്കണേ അവരുടെ ഉള്ളിലിരിപ്പ്. ഒന്ന് തനിച്ച ജമാഅത്തെ ഇസ്ലാമി, മറ്റേതോ അതിനേക്കാൾ വിഷം ഇപ്പുറത്തെ നമ്മുടെ സുന്നിയുടെ വലിയാരും. 3 പേരുടെ പ്രമേയം എന്താ? കാന്തപുരത്തിനെ തിന്നുക. വിമർശിക്കണമെങ്കിൽ ഇയാൾ ഒറ്റക്കിരുന്ന് വിമർശിക്കട്ടെ, ഇവരെ എന്തിനാ കൂട്ടുപിടിച്ചത്? ഇന്നലെ വരെ അള്ളാന്റെ റസൂലിനെയും സുന്നത്ത് ജമാഅത്തിനെയും വിമർശിക്കുന്ന ആളുകളെ കൂട്ടുപിടിച്ചിട്ടാണോ, കമ്പനിയായിട്ടാണോ, ഷെയർ ചെയ്തിട്ടാണോ സുന്നീനെ വിമർശിക്കേണ്ടത്? എന്ത് സുന്നി താല്പര്യാണോ ഇത്? അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചോ ഈ ഓലപ്പാമ്പ് കാണിച്ച് സുന്നീനെ അങ്ങ് ഉറപ്പിക്കാമെന്ന്? ഒരു സനതും പറഞ്ഞിട്ട് ധൈര്യമുണ്ടോ? ഉമ്മാടെ മുലപ്പാല് കുടിച്ചവനുണ്ടെങ്കിൽ 1000 കുതിര ശക്തിയോടുകൂടെ ഞാൻ വെല്ലുവിളിക്കുന്നു. 1000 കുതിര ശക്തിയോടുകൂടെ ഞാൻ വെല്ലുവിളിക്കുന്നു. പുന്നാര നബിതങ്ങളുടെ തിരുശേഷിപ്പിന്റെ സനത് കാണാൻ ഞങ്ങളോടൊപ്പം വരണം. ടിക്കറ്റ് ഞങ്ങളെടുക്കും. അത് യാഥാർത്ഥ്യമാണെന്ന് കണ്ടാൽ ഞങ്ങളുടെ ചിലവ് കാശ് തിരിച്ചു തന്നാൽ മാത്രം മതി. വരാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ വരിക. വരുമ്പോൾ എഗ്രിമെന്റ് ഉണ്ട്, ഡിമാൻഡ് ഉണ്ട്. അത് വന്നതിന് ശേഷം പറയും. ഇതും കുറഞ്ഞ് കുറെ കാലമായാലും പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യാൻ തീരുമാനിക്കുക. ചെറുതാക്കലാണോ ഉദ്ദേശം? ഞാൻ വഴി പറഞ്ഞു തരാം. ഒരാളെ ചെറുതാക്കലാണോ ഉദ്ദേശം? മഹാന്മാര് പഠിപ്പിച്ച ഒരു വഴിയുണ്ട്. ഒരു വര ഒന്ന് വരച്ചേ. മഹാന്മാര് പഠിപ്പിച്ച വഴി ഒരു വരച്ചു. അതൊന്ന് ചെറുതാക്കിക്കേ. ബുദ്ധിയില്ലാത്ത നമ്മൾ എന്ത് ചെയ്യും? അത് ചെറുതാക്കാൻ പറഞ്ഞാൽ നേരെ അപ്പുറം പോയിട്ട് അവന്റെ തല വെട്ടും, കാലും വെട്ടും, വായിച്ചു കളയും. അപ്പൊ ചെറുതായില്ലേ? അല്ല, അങ്ങനെയല്ല ചെറുതാക്കേണ്ടത്.
പിന്നെ എങ്ങനെ ചെറുതാക്കേണ്ടത്? ആ വരയേക്കാൾ വലിയ ഒരു വര ഇപ്പുറത്ത് വരക്കുമ്പോ അത് ചെറുതായി. അതുകൊണ്ട് കാന്തപുരത്തിനെ ചെറുതാക്കണോ? അദ്ദേഹം ചെയ്തതിനേക്കാൾ വലുത് ചെയ്യേ, കാന്തപുരം ചെറുതാകും. അല്ലാതെ കള്ളത്തരം പറഞ്ഞിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണകളിൽ ഒന്നും കുടുങ്ങാതെ നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ ഒരുപാട് ഇബാദത്തോ അമലോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഇബാദത്തോ അമലോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമുക്ക് പിടിക്കാനുള്ള ഒരു പിടിവള്ളിയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ പ്രിയപ്പെട്ട നേതാവിനെ കുറിച്ച് എപ്പോഴും ഓർമ്മയുണ്ടാവണം, സ്നേഹമുണ്ടാവണം. കേട്ടോ? വെറുതെ അല്ലടോ ഞങ്ങൾ പറയുന്നത്. ഭാരത രാജ്യം ഉത്ഭവം തുടങ്ങിയിട്ട് 36,000 കലാപങ്ങൾ ഉണ്ടായി. അറിയോ നിങ്ങൾക്ക്? 36,000 കലാപങ്ങൾ ഉണ്ടായി എന്നാണ്. എന്ത് കലാപം? വർഗീയ കലാപം. 34,000-ത്തിലധികം ആളുകൾ ആ കലാപങ്ങളിൽ തൽക്ഷണം മരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഞാൻ ചോദിക്കട്ടെ, മഹാനായ കാന്തപുരത്തിന്റെ പ്രഭാഷണങ്ങളില്ലാത്ത രാവുകൾ കേരളത്തിലുണ്ടോ? ഈ ഇരിക്കുന്ന സക്കാഫി വൃന്ദങ്ങളുടെ പ്രഭാഷണങ്ങളില്ലാത്ത രാവുകളുണ്ടോ കേരളത്തിൽ? വെറുതെ ഭംഗിവാക്ക് മൈക്കിന്റെ മുമ്പിൽ നിന്ന് പറയുകയല്ല. ലക്ഷോപലക്ഷം വരുന്ന ആളുകളെ അഭിസംബോധന ചെയ്യുന്ന ദൈനംദിനം ആയിരക്കണക്കിന് സദസ്സുകള് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി കാന്തപുരം നേതൃത്വം കൊടുക്കുന്ന സംഘടനയും സംഘാടകരും സ്ഥാപനങ്ങളും സ്ഥാപനത്തിലെ മക്കളും നടത്തിയിട്ട് 36,000 കലാപങ്ങളിൽ 34,000 മരണങ്ങളിൽ ഏതെങ്കിലും ഒരു മെമ്പർ SYS-ന്റെയോ SSF-ന്റെയോ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെയോ ഉണ്ടോ? ഇല്ല എന്ന് പറയുമ്പോഴാണ് മഹാനായ കാന്തപുരത്തിന്റെ നയം, ദീർഘവീക്ഷണം, ശൈലി, അദ്ദേഹത്തിന്റെ വിജയ രഹസ്യം മനസ്സിലാക്കേണ്ടത്. ഇന്ന് എവിടെ നോക്കിയാലും മുസ്ലിങ്ങളുടെ തീവ്രവാദം വെച്ച് പരിശോധിക്കുകയല്ലേ. നിങ്ങൾ അറിഞ്ഞോ? ദുബായിൽ നിന്ന് പുറപ്പെട്ട ഒരു പ്ലെയിൻ അപ്പൊ തന്നെ മോൾ ചെന്നപാടെ തന്നെ ലാൻഡ് ചെയ്യിപ്പിച്ചു. അടിയന്തര ലാൻഡിങ്. എന്താ? ഭീകരൻ ഇരിപ്പുണ്ട്. അയാളെ പിടിച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോ എന്താ? അയാൾ വണ്ടിയിൽ ഇരുന്ന് റൺവേയിലൂടെ ഫ്ലൈറ്റ് ഓടാൻ തുടങ്ങിയപ്പോൾ ആർക്കോ എന്തോ സിഗ്നൽ കൊടുത്തു. അയാൾ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. ഈ പാവപ്പെട്ട മുസ്ലിം താടിയുള്ളവനെ വിളിച്ചു പറഞ്ഞപ്പോ പറഞ്ഞു, എന്റെ നബി പറഞ്ഞു, വാഹനം പുറപ്പെടുമ്പോ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഞാൻ ആ ദിക്ർ ചൊല്ലിയതാ, ഒരാൾക്കും ഇൻഫർമേഷൻ കൊടുത്തതല്ല. അങ്ങനെ അത് സംഭവം ശരിയാണെന്ന് കണ്ടപ്പോ ചിരിക്കാൻ പറഞ്ഞതല്ല. സംഭവം ശരിയാണെന്ന് കണ്ടപ്പോ പ്ലെയിൻ പോയി. ഈ കോലത്തിന് മുസ്ലിമീങ്ങളെ ഇങ്ങനെ നോക്കി നിന്നിട്ട് എന്റെ കാന്തപുരത്തിന്റെ ആളുകളെ പിടിക്കാത്തത്? അല്ലെ, മൊയ്തേരാന്ന് പറഞ്ഞ് വലിയ തലക്കെട്ട് കെട്ടിയാൽ മൊയ്തേരാവില്ല. ഇത് മഹാന്മാരുടെ ഗുരുത്വവും പൊരുത്തവും വേണം. അപ്പോഴേ നേതാവാകുള്ളൂ. മഹാനായ CM വലിയുള്ളായെ പോലത്തെ ആളുകളുടെ ആശീർവാദം, അവർ വഫാത്തായി പോയെങ്കിൽ അവരുടെ ആത്മീയ ആശീർവാദങ്ങള് മഹാനായ കാന്തപുരത്തിലുള്ളത് കൊണ്ടാ പിഴക്കാത്തത്, വളയാത്തത്. നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒരുപാട് കാര്യങ്ങൾ പറയാനില്ലേ? എന്തുകൊണ്ട് പിടിക്കുന്നില്ല? അത് വലിയൊരു വിഷയ. നമ്മുടെ സംഘടനയിൽ ഉറച്ചു നിൽക്കണം. നിങ്ങളൊക്കെ നമ്മുടെ മഹത്തായ സംഘടനയിൽ ഉറച്ചു നിൽക്കണം. ആ നേതൃത്വത്തിന്റെ പവർ കൊണ്ടാ. ഒരാളുടെ അവസ്ഥ കണ്ടോ? അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ, രക്ഷപ്പെടുത്തട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. ആരാന്നോ? ബഹുമാന്യനായ മഅദനി. പൊന്നുമോനെ, മർക്കസിലേക്ക് കാലുവെട്ടുന്നതിന്റെ ഒരാഴ്ച മുമ്പ് കോഴിക്കോട് നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കാന്തപുരം ഉസ്താദെ, എനിക്ക് നിങ്ങളുടെ അടുത്ത് വരണം, ഒന്ന് പൊരുത്തപ്പെടിക്കണമെന്ന് പറഞ്ഞപ്പോ ആദ്യമായി കാന്തപുരം ഉസ്താദ് ഫോൺ ചെയ്തിട്ട് മൈക്കിൽ അനൗൺസ് ചെയ്തിട്ട്, നാസറുദ്ദീൻ സഖാഫി ഓഫീസിൽ വരണം. ഇവർക്കൊക്കെ അറിയാം. ചെന്നു. എന്നോട് പറഞ്ഞു, മഅദനി വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് മഅദനിയോട് ഞാൻ നേരിട്ട് അദ്ദേഹത്തിന്റെ ചില വിഷയങ്ങൾ പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നിന്നെ ആയിരിക്കും ഞാൻ ഉദ്ധരിക്കുന്നത്. അതുകൊണ്ട് അവിടെ കുത്തിയിരുന്ന് കേട്ടോളാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ റെഡി. എന്തൊക്കെ സാരോപദേശങ്ങൾ ചെയ്തു, റൂട്ടുകൾ പറഞ്ഞു കൊടുത്തു, ആശയങ്ങൾ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പ്രതികരിച്ച ഒരു കമാന്തരക്ഷരം പോലും മിണ്ടിയില്ല. അതോടുകൂടെ കേട്ടു. പക്ഷെ ഭാവി ജീവിതത്തിൽ അതൊന്നും ഉൾക്കൊള്ളാതെ വന്നപ്പോ ഇന്നാർക്കും വേണ്ടാത്ത മുക്കാലായി പോയതിൽ നമുക്ക് വേദനയുണ്ട്. അള്ളാഹു വർഗീയ ശക്തികളിൽ നിന്ന് സലാമത്ത് കൊടുക്കട്ടെ. ഞാൻ ഒരു അനുഭവം പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ വെറുതെ കാന്തപുരത്തെ നിക്കരിക്കണേ, നോമ്പ് നോക്കണേ, പാവങ്ങൾ അല്ലടോ. ആ സ്റ്റാൻഡൊക്കെ വിട്ടുപോയി. കാന്തപുരം, മദ്രാസ് മൈൽ അവിടുന്നൊക്കെ പോയി. ഇന്ന് സുന്നി മുസ്ലിമീങ്ങൾക്ക് അഭിമാനത്തോടുകൂടെ ഉയർത്തിക്കാട്ടാവുന്ന ഒരു നേതാവാ.
പ്രധാനമന്ത്രിയുടെയൊക്കെ ഓഫീസുകളിലേക്ക് വേഗം ചെല്ലുമ്പോൾ നമ്മുടെ വലിയ കോടീശ്വരല്ലേ യൂസുഫ് അലി, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, വലിയ വലിയ കോടികളാ. 18 രാഷ്ട്രങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളുണ്ട്, 18 രാഷ്ട്രങ്ങളിലെ. ഈ കഴിഞ്ഞ ദിവസം മഹാനായ കാന്തപുരം ഉസ്താദ് വന്നപ്പോ സലാലയിൽ എയർപോർട്ടിൽ ഞാൻ സ്വീകരിച്ചു. എന്റെ വണ്ടിയിൽ തന്നെ ഞാൻ ഉസ്താദിനെ 2 ദിവസം എല്ലാ മക്കാമുകളിലും സിയാറത്ത് ചെയ്തപ്പോ പുതിയ ലുലു അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഒമാനിലെ ഏറ്റവും വലിയ ഷോപ്പാണ്, ഒമാനിലെ ഏറ്റവും വലിയ ഷോപ്പ്. ഞാൻ പറഞ്ഞു, ഉസ്താദെ ഇതാണ് യൂസുഫ് അലിക്കാടെ പുതിയ ലുലു. ആ അത് ശരി, ഇതാണോ ലുലു? സലാലയിൽ വരുമ്പോൾ എന്നോട് കയറിയിട്ട് ഇതിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സംഭവശാൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോ നിലവിലുള്ള സലാല ലുലു ചെറിയൊരു ഷോപ്പുണ്ട്, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോ മറ്റോ പറഞ്ഞു കാണും കാന്തപുരം ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഉസ്താദിന് ഫോൺ വന്നു, ഞാൻ പറഞ്ഞത് മറക്കണ്ട, സ്ഥാപനത്തിൽ കയറി ദുആ ചെയ്യണം. അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ ആ വഴി വരുമ്പോൾ ആ ഫോൺ വന്നു, നിലവിലുള്ള ലുലുവിന്റെ എല്ലാ നേതാക്കളും ദാ വന്ന് നിൽക്കുന്നുണ്ട്, നിങ്ങൾ കയറി ദുആ ചെയ്യണം. അദ്ദേഹമാര് പണത്തിന്റെ മുകളിൽ, ഇദ്ദേഹമാര്. പക്ഷെ ആ ബന്ധങ്ങൾ അത് മഹാന്മാരുടെ കഴിവാ. അതുകൊണ്ട് നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. കാന്തപുരം ഒരുപാട് കോടികൾ ആ വഴിക്ക് കിട്ടുന്നുണ്ട്, എന്നിട്ടും വിൽപ്പനയ്ക്ക് വേണ്ടി നിന്നോ? പറഞ്ഞല്ല, വിൽക്കുകയാണ്, വെള്ളം വിൽക്കുകയാണ്, മുടി വിൽക്കുകയാണ്. നിങ്ങൾക്കറിയോടെ ഞങ്ങളൊക്കെ ഗൾഫിൽ നിൽക്കുന്ന ഒരു അറബിനോട് പറഞ്ഞാൽ മതി, അള്ളാന്റെ റസൂലിന്റെ തിരുശേഷിപ്പ് സൂക്ഷിക്കാൻ ഒരു പള്ളി ഉണ്ടാക്കണം, 40 കോടി എന്ന് പറഞ്ഞാൽ സിമ്പിളായി കിട്ടും. കാന്തപുരത്തിന് കോടിയൊന്നും ഒരു വിഷയമല്ലപ്പോ. പണ്ട് വിഷയമായിരുന്നു, ഒരു കോടി എന്നൊക്കെ പറഞ്ഞപ്പോ അത് കൂടുവോന്ന് പേടിച്ചു പോയി. ഇപ്പൊ ഒന്നുമല്ല. പക്ഷെ മോമിനിയങ്ങളോട് പറഞ്ഞു, 1000 രൂപ കൊടുത്തു, പാപ്പാടെ പേരിൽ ഒന്നെടുത്തു, ഉമ്മാടെ പേരിൽ ഒന്നെടുത്തു, ഭാര്യയുടെ പേരിൽ ഭർത്താവിന്റെ പേരിലാകുമ്പോ കുറഞ്ഞ മെമ്പർമാര് മതി 40 കോടി ഉണ്ടാവാൻ. അതെല്ലാവരെയും കൂടി സംയോജിപ്പിച്ചുകൊണ്ടുണ്ടാക്കിയതാ. അതല്ലാതെ പണം ഉണ്ടാക്കാനാണെങ്കിൽ വേറെ മാർഗങ്ങളുണ്ട്, അദ്ദേഹത്തിന് ജീവിക്കാനുള്ളത് വേറെ വഴിക്ക് അള്ളാഹു കൊടുക്കുന്നുണ്ട്. ആ എളിമത്വത്തും കൊണ്ട് സുഖമായി ജീവിക്കുന്നു. ഒരു പുരുഷായുസ് മുഴുവൻ സുന്നത്ത് ജമാഅത്തിന് ഹിദുമത്ത് ചെയ്ത് കൽപ്പാന്ത കാലത്തോളം ആ തടലിൽ ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തെറ്റിദ്ധാരണകളിൽ നിന്നൊക്കെ നിങ്ങൾ മാറി സുന്നത്ത് ജമാഅത്തിന്റെ ഐക്യച്ചരടിൽ ഉറച്ചു നിന്ന് നമ്മുടെ ശേഷിക്കുന്ന കാലത്ത് നമുക്ക് ദീനിനു വേണ്ടി ഹിദുമത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ, നിന്റെ വീട്ടിലൊരു കല്യാണം നടക്കുന്നെങ്കിൽ 600 പേർക്ക് ആ സദ്യ 6 ആഴ്ച മുമ്പ് തുടങ്ങും ചർച്ച, അല്ലേ? 600 പേർക്ക് സദ്യ നടത്തണം, മകളുടെ കല്യാണം 6 ആഴ്ച മുമ്പ് തുടങ്ങും. 6000 മക്കൾക്ക് അവിടെ ശാപ്പാട് ഒരു നേരം. 6000 മക്കൾക്ക് ശാപ്പാട് എല്ലാവർക്കും കിട്ടും. ഞങ്ങളൊക്കെ ഒരുപാട് തിന്ന ആളുകളാ, എല്ലാവർക്കും കിട്ടും. നമ്മളൊക്കെ അറ്റാക്കായി വരും. അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. 4 പിള്ളേരെ വളർത്താനാ ഗൾഫിൽ കിടന്നിട്ട് കഠിനാധ്വാനം ചെയ്യുന്നത്, 4 പിള്ളേർക്ക് അരിമേടിക്കാൻ. സുബ്ഹാനല്ലാഹ്, ചങ്കുറപ്പ് നോക്ക്. അതുകൊണ്ട് അസൂയപ്പെടാതെ അതിനോട് സഹകരിക്കുക. സഹകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി പുന്നാര നബിതങ്ങൾക്ക് ജീവൻ കൊടുത്ത, രക്തം കൊടുത്ത, എല്ലാ മേഖലകളിലും സഹായങ്ങൾ വാരിക്കോരി കൊടുത്ത ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദരീങ്ങൾ റളിയല്ലാഹു അൻഹും. മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങൾ അവരെ കാണണം, മുസാഫഹത്ത് ചെയ്യണം, അവരുടെ സഹായം നമുക്ക് ലഭ്യമാവണം. അതിനുള്ള ഈമാനാ നമുക്ക് വേണ്ടത്. പ്രതിസന്ധികൾ നിറഞ്ഞ മഹ്ശറിൽ അവര് നമ്മളെയൊക്കെ ഒന്ന് തപ്പിപ്പിടിച്ച് നമ്മളെ രക്ഷപ്പെടുത്താൻ അള്ളാഹു ഈ സദസ്സ് കാരണമാക്കി തരട്ടെ. ദീർഘിപ്പിക്കുന്നില്ല, ഒരു 5 മിനിറ്റ് എല്ലാവരും മാനസികമായി എന്നോട് സഹകരിക്കണം. ബദർ ആ ആദ്യ സമരത്തിൽ പങ്കെടുത്ത മഹത്തുക്കളായ ബദരീങ്ങൾക്കുള്ള ശ്രേഷ്ഠത അവർണ്ണനീയമാണ്. വിവിധങ്ങളായ രോഗങ്ങൾ നമുക്കുണ്ട്, നമ്മുടെ ശരീരങ്ങളിലുണ്ട്. ശ്രദ്ധിക്കണം, വിവിധങ്ങളായ രോഗങ്ങൾ നാം അറിഞ്ഞതും അറിയാത്തതും, പ്രത്യേകിച്ച് ക്യാൻസർ ഭീകരമായ രോഗമാണ്, ഇന്ന് വ്യാപകമാണ്. അത്തരം ഒരു രോഗത്തിന്റെ ഒരു വൈറസെങ്കിലും നമ്മുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ ബദരീങ്ങളുടെ പേര് പറയുന്ന ഈ സദസ്സിൽ വെച്ച് അവരുടെ മഹത്വം കൊണ്ട് അള്ളാഹു ഇവിടെ വെച്ചതിനെ നശിപ്പിക്കുമാറാവട്ടെ. 5 മിനിറ്റ് കൊണ്ട് ഞാൻ ബദരീങ്ങളുടെ പേര് പറയുമ്പോൾ നാവുകൊണ്ട് റളിയല്ലാഹു അൻഹു എന്ന് ബദറിലേക്ക്, മദീനയിലേക്ക് മനസ്സുകൊടുത്ത് അവർക്ക് വേണ്ടി തറളിയത്തു ചെല്ലണം. ആഖിറത്തിൽ അവരെ നമ്മെ തിരിച്ചറിയണം, നമുക്ക് സഹായിക്കണം. അത് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത പരിപാടി തുടങ്ങും. اللهم إنا نسألك ونتوجه إليك ونتوصل إليك بحبيبك المصطفى عندك يا حبيبنا يا سيدنا اشفع لنا عند المولى العظيم يا نعم الرسول الطاهر يا نعم الرسول الطاهر اللهم شفعه فينا بجاهه عندك يا رب العالمين. اللهم إنا نسألك ببركة أصحاب البدريين
اللهم إنا نسألك ببركة أصحاب البدريين ساداتنا وسيدنا وحبيبنا محمد وأبي بكر وعمر وعثمان وعلي وطلحة والزبير وسعد وسعيد وعبد الرحمن بن عوف وأبي عبيدة بن الجراح رضي الله عنهم وبساداتنا أبي والأخنس والأرقم وأسعد وأنس وأنسة وأوس وأوس وإياس وإياس وبجير وبحاث والبراء وبصبصة وبشر وبشير وبلال وتميم 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 وثابت 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 وثعلبة 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 وثقف وجابر وجابر وجبار وجبر وجبير والحارث 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 وحارثة وحارثة وحاتب وحاتب والحباب وحبيب وحرام وحريث والحسين وحمزة وحمزة وخالد وخالد وخارجة وخباب وخباب وخبيب وخداش وخراش وخويم وخلاد 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 وخليد وخليفة وخنيس وخوات وخولي وذكوان وذي الشمالين وراشد ورافع 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 والربيعي والربيع والربيعة والرخيلة ورفاعة 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 وزياد 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 وزيد 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 وسالم وسالم والسائب والصبرة وسراقة وسراقة وسعيد 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 وسالم وسالم والسائب والصبرة وسراقة وسراقة وسعيد 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 وسفيان وسلمة 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 وسليت وسليم 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 وسماك وسنان وسنان وسهل 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 وسهيل وسهيل وسواد وسواد وسويبت وشجاع وشريك وشماس وصبيه وصفوان وصيفي وصهيب والضحاك والضحاك والضمرة والطفيل 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 والطليب وعاصم 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 وعاكل 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 وعامر 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 وعباد وعباد وعبادة وعبد الله 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 وعبد الرحمن وعبد الرب وعبدة وعبس وعائد وعبيد 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 وعبيدة وعتبان وعتبة 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 وعثمان واللجلان وعدي وعصمة وعسيمة وعطية وعقبة 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 وعكاشة وعمار وعمارة وعمارة وعمد 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 وعمير 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 وعوف وعويم وعياض وغنام والفاكه والفروة وقتادة وقدامة وقطبة وقيس 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 وكعب 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 ولبدة ومالك 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 والمبشر والمجذر ومحرر ومحرز ومحمد ومذلاد ومرثد ومصطح ومسعود 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 ومصعب ومعاذ ومعاذ ومعبد 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 ومعتب ومعتب ومعكر ومعمر ومعن ومعن ومعبد ومعبد والمقدار ومليل والمنذر والمنذر ومهدئ والنضر والنعمان 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 ونؤيمان ونوفر وهانئ وهبيل وهلال ووضقة ووديعة ووضقة ووهب 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 ويزيد 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 وابي ايوب وابي العمر وابي حبة وابي حنة وابي حبيب وابي حذيفة وابي خارجة وابي خلاد وابي خزيمة وابي داود وابي دجانة وابي صبرة وابي سليت وابي سلمة وابي سنان وابي شيخ وابي سرمة وابي ضياح وابي طلحة وابي عقيل وابي كبشة وابي لبابة وابي مخصر وابي مرثد وابي مليل وابي الهيثم وابي اليسري وسائر الصحابة أجمعين رضوان الله تعالى عنهم من تحفظنا من جميع البلاء والشرور وتورثنا وإياهم بقضاء حاجاتنا الفرح والسرور وأن تجعلنا وإياهم من عبادك الصالحين يوم القضاء والنشور.